നമസ്കാരം. രുദ്രനേത്ര ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു അതിവിശേഷ ദിനത്തെക്കുറിച്ചാണ്. 2026 ഏപ്രിൽ 19 ഞായറാഴ്ച, അക്ഷയ തൃതീയയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന മഹാശുഭദിനം. അക്ഷയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിങ്ങൾ അറിയേണ്ടതാണ്. അക്ഷയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ തന്നെ പറയൂ. ക്ഷയിക്കാത്തത്, ശരിയല്ലേ? ഈ ദിവസം തുടങ്ങുന്ന ഏതൊരു നല്ല കാര്യവും 10 മടങ്ങായി ഫലവർദ്ധനവ് തരും എന്നതാണ് വിശ്വാസം. ഈ അക്ഷയ തൃതീയയുടെ പ്രത്യേകത എന്താണെന്നറിയാൻ ഞാൻ പ്രശ്നം വെച്ചു. പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. കാര്യകാരണ സഹിതം തന്നെ പറഞ്ഞു തരാം. ഇത് കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തണമെന്നും എന്ത് ഒഴിവാക്കണമെന്നും നിങ്ങൾക്ക് സ്വയമേവ ബോധ്യമാകുന്നതാണ്. പ്രശ്നത്തിൽ കണ്ടത് തന്നെ ആദ്യം പറയാം. 2026 ഏപ്രിൽ 19 തൃതീയ തിഥി സൂര്യോദയം മുതൽ നിലനിൽക്കുന്നുണ്ട്. അന്ന് ചന്ദ്രൻ ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കും. വ്യാഴം മീനം രാശിയിൽ സ്വക്ഷേത്ര ബലത്തോടെ നിൽക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി മഹത്തായ യോഗം സംഭവിക്കുന്നുണ്ട്. ചന്ദ്രനും വ്യാഴവും കേന്ദ്ര സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന രാജയോഗ മാറ്റങ്ങൾ ഇത് ബുദ്ധിക്കും ധനത്തിനും കീർത്തിക്കും കാരണമാകും. ഇതോടൊപ്പം തന്നെ സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥനായി ഉണ്ട്. ശുക്രനും ബുധനും അനുകൂല സ്ഥാനങ്ങളിലും. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഈ അക്ഷയ തൃതീയ കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ അക്ഷയ തൃതീയകളിൽ ഒന്നായി മാറും. ഈ ഗ്രഹനിലയിൽ കുബേരൻ, ഭഗവാൻ കുബേരന്റെ അനുഗ്രഹം ഉണ്ട് 4 രാശിക്കാർക്ക്. പ്രത്യേകമായിട്ടാണ് ഇത് ലഭിക്കുന്നതെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നു. കാരണം കുബേരൻ ധനം, സ്വർണം, സമ്പത്ത് എന്നിവയുടെ അധിപൻ. ശുക്രനും വ്യാഴവും ബലവാന്മാരാകുന്നുണ്ട്. ഈ ഒരു സമയം കുബേര പ്രീതി ഏറ്റവും അധികം ഫലം ചെയ്യും. അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്ന് അറിയേണ്ടതുണ്ട്. കാർത്തിക, രോഹിണി, മകയിരം. ഇടവം രാശിയാണല്ലോ. അക്ഷയ തൃതീയ സുവർണ സമയം. കാരണം ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതും രോഹിണി നക്ഷത്രത്തിൽ. രോഹിണി അറിയാമല്ലോ, ശുക്രന്റെ നക്ഷത്രമാണ്. ശുക്രൻ ധനത്തിന്റെ, ആഭരണത്തിന്റെ, ആഡംബരത്തിന്റെ, സൗഭാഗ്യത്തിന്റെ കാരകനും. പ്രശ്നത്തിൽ കണ്ടത് സ്വത്തിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നത് പല മടങ്ങ് വർധനവായി വരും. രോഗ ദുരിതങ്ങൾ മാറും. വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത വിജയം. നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഇരട്ടി ഫലം കിട്ടുമെന്ന് സാരം. രോഹിണി നക്ഷത്രക്കാർ അന്നേ ദിവസം വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നത് നല്ലത്. കാർത്തിക നക്ഷത്രക്കാർ ചുവന്ന പുഷ്പം പൂജാമുറിയിൽ സമർപ്പിക്കുക, കുബേരനെ സങ്കല്പമാക്കി. മകയിരം നക്ഷത്രക്കാർ അന്നദാന വസ്ത്രാദികൾ ദാനം ചെയ്യുക. അന്നദാനം, വസ്ത്രദാനം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്തത് കടം വാങ്ങരുത്, കൊടുക്കരുത്. പഴയ വസ്തുക്കൾ വിലയ്ക്ക് വിൽക്കരുത്. ആക്രി എന്നൊക്കെ പറഞ്ഞ് വിൽക്കാറുണ്ട്. പഴയതെടുത്ത് പത്രങ്ങൾ, പഴയ വസ്തുക്കൾ, ഇരുമ്പ് വസ്തുക്കൾ വിൽക്കാറുണ്ട്. അത് വിൽക്കരുത്. ഐശ്വര്യം പടിയിറങ്ങും. പരിഹാരമുണ്ട്. രാവിലെ കുളിച്ച് ശുദ്ധമായി ഓം യക്ഷായ കുബേരായ വൈഷ്ണവനായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിമേ ദേഹി ദാവയ സ്വഹ. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഒരു കുബേരമന്ത്രം 108 തവണ അങ്ങോട്ട് ജപിക്കുക. ഒരു നാണയം മഞ്ഞപ്പട്ടിൽ കിഴക്കോട്ട് വെച്ച്
അത് കെട്ടി പൂജിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പണം വയ്ക്കുന്ന അലമാരയിൽ വയ്ക്കുക. രണ്ടാമത്തെ രാശി പുണർദം, ഊയം, ആയില്യം, കർക്കിടകം. കർക്കിടകം രാശിയുടെ കാര്യം 11ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട്. 11ാം ഭാവം അറിയാം, ലാഭസ്ഥാനം. ഗജകേസരി യോഗം നിങ്ങളുടെ ധനഭാവത്തെയും ഭാഗ്യഭാവത്തെയും നേരിട്ട് സ്വാധീനിക്കും. പ്രശ്നത്തിൽ കണ്ടത് വെച്ച് പണം വരുന്ന വഴികൾ തുറക്കും. മുടങ്ങിക്കിടന്ന ധനം തിരികെ കിട്ടും. ബിസിനസ്സിൽ ലാഭം, യാത്രകൾ ഗുണം, കുടുംബത്തിൽ സന്തോഷം, സമാധാനം. പൂയം നക്ഷത്രക്കാർ അന്നേ ദിവസം പാൽപായസം ഉണ്ടാക്കി ഒരു 10 പേർക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഉത്തമം. അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് പാൽപായസം വിളമ്പി കൊടുക്കുക. ആയില്യ നക്ഷത്രക്കാർ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ നാഗദേവതാ പ്രീതി വരുത്തുക. പുണർദ നക്ഷത്രക്കാർ രാവിലെ അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങുക. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ആരോടും അന്നേ ദിവസം അക്ഷയ തൃതീയ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, അക്ഷയ തൃതീയ ദിവസം ആരോടും കയർത്ത് സംസാരിക്കരുത്. വീട്ടിൽ ചൂല് കമിഴ്ത്തി വെക്കാതിരിക്കുക. അത് ലക്ഷ്മി ദേവിയെ ഓടിക്കുന്നതിന് തുല്യം. മന്ത്രമുണ്ട്. കുബേരനോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കണം. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ. ഈ ലക്ഷ്മി മന്ത്രമാണ് കേട്ടോ. 54 തവണ ജപിക്കണം. ഒരു വെള്ളി നാണയം വാങ്ങി പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് നന്ന്. വിശാഖം, അനിഴം, തൃക്കേട്ട. ഏത് രാശി? വൃശ്ചികം. വ്യാഴം വൃശ്ചിക രാശിക്ക് വ്യാഴത്തിന്റെ 5ാം ദൃഷ്ടി പതിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഭാഗ്യം, പൂർവ്വപുണ്യം എന്നീ സ്ഥാനങ്ങൾ ചെലവുകൾ നിയന്ത്രണത്തിലാകുമെന്നത് വലിയ ഒരു പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന സമയം. പുതിയ ഗൃഹം, ഭൂമി, വാഹനം എന്നിവ യോഗം. കടബാധ്യത ശമനം തീരും. സംരംഭങ്ങൾ പുതിയത് തുടങ്ങാൻ ഉത്തമം. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ മെച്ചം. അനിഴ നക്ഷത്രക്കാർ ചുവന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഉത്തമം. ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിലും ഉത്തമം. തൃക്കേട്ട നക്ഷത്രക്കാർ അന്നേ ദിവസം സുബ്രഹ്മണ്യനെ വണങ്ങുക, ക്ഷേത്ര ദർശനം നടത്തുക. അതല്ല പറ്റുന്നില്ലാത്ത പക്ഷം പൂജാമുറിയിൽ കയറി സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുക. വിശാഖ നക്ഷത്രക്കാർ അന്നേ ദിവസം, അതായത് എന്നേ ദിവസം ഏതാണ്? അക്ഷയ തൃതീയ ദിവസത്തെ കാര്യം പറയാണ്. ഉപവാസം അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് അത്യുത്തമം. അന്നേ ദിവസം മദ്യം, മാംസം ഒഴിവാക്കണം. മുടി, നഖം മുറിക്കരുത്, ദോഷമാണിത്. ഓം ക്ലീം കുബേരായ നമഃ ബീജമന്ത്രമാണ്. 108 തവണ ജപിക്കണം. ഒരു മാതള നാരകത്തിന്റെ തൈ നടുന്നത് അന്നേ ദിവസം കുബേര പ്രീതി നിങ്ങൾക്ക് വരുന്നതിന് സഹായകം. മൂലം, പൂരാടം, ഉത്രാടം. രാശി ധനുവാണ്. അധിപൻ വ്യാഴം. വ്യാഴം സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ഗജകേസരി യോഗം 4ാം ഭാവം സുഖസ്ഥാനത്താണ് സംഭവിക്കുന്നത്. സ്ഥിര വരുമാനം വർദ്ധിക്കും. ബിസിനസ്സിൽ ലാഭം, കുടുങ്ങിക്കിടന്ന പണം കിട്ടും. മതകാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കും. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലം. മൂല നക്ഷത്രക്കാർ വ്യാഴപ്രീതി, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഉത്തമം. പൂരാട നക്ഷത്രക്കാര് ജലാശയത്തിൽ ദീപം ഒഴുക്കുന്നത് നല്ലതാണ്. ഉത്രാടം നക്ഷത്രക്കാര് പിതൃക്കൾക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ മുടങ്ങാതിരിക്കണം. പക്ഷേ ഇത് കർമ്മം ചെയ്യുകയല്ല, അന്നേ ദിവസം പിതൃക്കളെ പ്രാർത്ഥിക്കാനായി മറക്കരുത്. കൂടാതെ അന്നേ ദിവസം ആരെയും കുറ്റപ്പെടുത്തരുത്. വ്യാഴത്തിന്റെ കാരകത്വമായ മഞ്ഞൾ, കടല, അതേപോലെ നെയ്യ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളിൽ നിന്ന് പോകാതിരിക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, ഈ വസ്തുക്കളൊന്നും അന്നേ ദിവസം ദാനാദി കർമ്മങ്ങളിലല്ലാതെ പുറത്തേക്ക് കളയാനോ കൈതട്ടി താഴെ വീഴാനോ പാടുള്ളതല്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ്വ ഗുരവേ നമഃ. ഈ ഒരു മന്ത്രം വ്യാഴമന്ത്രമാണ്. കുമേരമന്ത്രവും ചേർത്ത് അങ്ങോട്ട് ജപിക്കുക. ഒരു നെല്ലിമരം അക്ഷയ തൃതീയ ദിവസം നട്ടു വളർത്തുകയാണെങ്കിൽ ഐശ്വര്യം കൂടും. ഈ 4 രാശിക്കാർക്ക് പ്രത്യേക ഗുണം കിട്ടുമെങ്കിലും മറ്റുള്ള രാശിക്കാർ നിരാശരാകേണ്ട കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. കാരണം അക്ഷയ തൃതീയ ദിവസം എല്ലാവർക്കും ഒരു ഭാഗ്യ തുടക്കത്തിന്റെ സമയമാണ്. അന്നേ ദിവസം സ്വർണം വാങ്ങിക്കാൻ സാമ്പത്തിക പരാധീനതകൾ സമ്മതിക്കുന്നില്ലാത്ത പക്ഷം കുറച്ച് അരിയെങ്കിലും അന്നേ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരിക.
അതൊരു വർധനവായിട്ട് തന്നെ മാറും. സ്വർണം വാങ്ങാൻ കഴിയാത്തവർക്ക് മഞ്ഞൾ, കല്ലുപ്പ്, അരി എന്നിവ വാങ്ങിക്കൊണ്ട് വരാവുന്നതാണ് കേട്ടോ. അന്നേ ദിവസം ഒന്നും വാങ്ങാതിരിക്കേണ്ട, കുറച്ച് മഞ്ഞളെങ്കിലും ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുക. അത് ധനത്തിന് തുല്യമായി മാറുന്ന വസ്തുക്കളാണ്. ഏതെങ്കിലും വസ്തുക്കളല്ല, ഇവിടെ മഞ്ഞൾ, കല്ലുപ്പ്, അരി ഇതൊക്കെ കൊണ്ടുവരാവുന്നതാണ്. അന്നേ ദിവസം വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. അത് വാങ്ങിക്കരുത് കേട്ടോ. കറുത്ത വസ്ത്രം വാങ്ങിക്കരുത്, ഇരുമ്പ്, പ്ലാസ്റ്റിക് വസ്തു, ചൂല്, എണ്ണ എന്നിവ വാങ്ങരുത്. ഇത് ഋണബാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ്. ഋണം എന്താണ്? കടബാധ്യത. അപ്പോൾ 2026 ഏപ്രിൽ 19 അക്ഷയ തൃതീയ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രഹനില അനുകൂലമാണ്, കുബേര ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പാണ്. പക്ഷേ ഓർക്കുക, അധ്വാനിക്കാതെ ഈ ഫലങ്ങളൊന്നും വന്നു ചേരുകയില്ല. ഗ്രഹങ്ങൾ വഴി തുറന്നു തരികയാണ്. നടക്കേണ്ടത് നമ്മൾ മനുഷ്യരുമാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ രാശി, നക്ഷത്രം എന്നിവ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. സംശയങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, മറുപടിയും ലഭിക്കുന്നതാണ്. മറ്റൊരു അധ്യായവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.